ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് പതിവില്ലാണ്ട് രാവിലെ എണീറ്റിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കുറച്ചധികം നാളായിട്ട് എനിക്ക് എന്തോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്, മാനസികമായിട്ടും ഉണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ തൽക്കാലം ചികിത്സിക്കുന്നില്ല, പക്ഷേ ശരീരത്തിൻ്റെ അസ്വസ്ഥത വല്ലാണ്ട് അങ്ങനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. മെയിനായിട്ട് ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ അസ്വസ്ഥതകളും ഈ വേദനകളും ഒക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതൊക്കെ എന്താണെന്നുള്ളത് അറിയണം. ഞാൻ ഏകദേശം ഒരു 5 ഇയേഴ്സ് മുന്നെയാണ് ആദ്യമായിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും ഇവിടെ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലാണ്. കറൻ്റ്ലി ഞാനിപ്പം ഇവിടെയാണ് ഉള്ളത്, രാജഗിരി ഹോസ്പിറ്റലിലാണ്. അതിന് മുന്നേ എനിക്ക് ഒരു MRI സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാനിപ്പോൾ തലയിറങ്ങി വീണിട്ട്. സോ ആ ടൈമിൽ ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് സിവിയർ മൈഗ്രെയിൻ ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിയുന്നത്. ഇതുവരെ എനിക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, വന്നിട്ട് ഓരോ കുത്തിരുമ്പ് കാണിച്ചിട്ട് അതങ്ങ് പോവും. ഇപ്പോൾ റീസെൻ്റ്ലി കൂടെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നല്ലോ. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം എത്ര മണിക്കൂറായി, 6 മണിക്കാണ് ഞാൻ ഇന്ന് എണീറ്റേ. എന്നിട്ട് കുളിച്ച് നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും 7:30 മണിയായി. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. 1 മണിക്കൂറായിട്ട് പോസ്റ്റുണ്ട്. ടാഗൊക്കെ ഇട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഫസ്റ്റിലിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ആണ്, അത് കഴിഞ്ഞൊരു സ്കാനിങ് ഉണ്ട്, പിന്നെ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ചെക്കപ്പൊക്കെ ഉള്ളത്. ഇപ്പം ഇന്ന് ഏകദേശം വൈകുന്നേരം വരെ ഇവിടെ തന്നെ ആയിരിക്കും. ഞാൻ നല്ല ഫാനിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഉറങ്ങണം. ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങിയതാണ്. എന്നിട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത്. ഈ ക്ഷീണം മാത്രമല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഭയങ്കര കുത്തലാണ്. എനിക്ക് ഈ തല ഞാൻ കണക്കാക്കുന്നില്ല, ഈ കഴുത്തിൻ്റെ അവിടെ മുതൽ എനിക്ക് വിരൽ വരെ എല്ലായിടത്തും കുത്തലാണ്, എല്ലായിടത്തും എനിക്ക് വേദനയാണ്. അപ്പം നമുക്ക് ഇന്നറിയാം എനിക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്നുള്ളത്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും എനിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 4 മണിക്കൊക്കെ റിസൾട്ട് കിട്ടുന്നത്. റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ പറയാം എനിക്ക് എന്തൊക്കെ കുരുവുണ്ടെന്ന്. അയ്യോ, ഞാനൊരു വഴിയായി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 ട്യൂബിലാണ് ബ്ലഡ് എടുത്തത്. രാവിലെ തന്നെ എനിക്ക് എണീറ്റ പാടെ നല്ലൊരു ഗിഫ്റ്റായി കിട്ടിയത്, കൈ മുറിഞ്ഞിട്ട് ഇഷ്ടംപോലെ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബ്ലഡ് കൂടെ വന്നിട്ട് ഭയങ്കര തല ഇറക്കുമായിരുന്നു. ബ്ലഡ് എടുത്തതിന് ശേഷം ഞാൻ സ്കാനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം എക്സ്റേ ഉണ്ടായിരുന്നു. എക്സ്റേ കഴിഞ്ഞതിന് ശേഷം ബ്രസ്റ്റിൻ്റെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അത് ഉള്ളൊരു പാക്കേജ് നോക്കിയാണ് കേട്ടോ എടുത്തത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ബ്രസ്റ്റിന് ചെറിയൊരു പെയിൻ, ഇങ്ങനെ ചെറുതല്ല, നല്ല മിന്നലടിക്കണ പോലത്തെ പെയിൻ ഉണ്ട്. എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ മുന്നിൽക്കൂട്ടി അറിയുകയാണെങ്കിൽ നമുക്കത് ചികിത്സിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കരുത്. സോ അങ്ങനെ ഞാൻ അത് ചെക്ക് ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ എൻ്റെ പേടിയും വെപ്രാളവും പരിദേശം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കണക്കിനുള്ള പെയിൻ ഉണ്ടെങ്കിലും കാര്യമായിട്ട് അങ്ങനെ വശവശക്കൊന്നുമില്ല, അത് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് കാരണമൊക്കെ ഉണ്ടായതായിരിക്കും, അത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടി ലൈറ്റായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡാണ്, ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വരട്ടെ. കാരണം ഒരു 1.5 കുപ്പി ബ്ലഡ് എന്തായാലും എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ഞാൻ ബാക്കി പറയാം. സംഭവം ബൊഫേക്ക് ആണെങ്കിലും ഞാൻ വന്ന സമയത്തിന് അധികമുള്ള ഐറ്റംസൊക്കെ എത്തിണ്ട് പോയിടിച്ച്. അയ്യോ, ഞാൻ നേരത്തെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഇതുണ്ടോ, ഞാൻ ഒട്ടിച്ചൊക്കെ വെച്ചിരുന്നതായിരുന്നു. പിന്നെ ഓരോരോ സാധനത്തിന് ഇങ്ങനെ കെട്ടും പൊക്കണടുത്ത് പോയപ്പോൾ എല്ലാം കൂടെ പോയി. ഇനി ഞാൻ എങ്ങനെ കഴിക്കും? എരിച്ച് ഞാൻ മരിക്കും മിക്കവാറും. എരിച്ച് ചാകാൻ ഞാൻ നിന്നില്ല, ഗ്ലൗ അടിച്ചു. നമുക്ക് പൊതുവെ ഈ സാധനത്ത് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും വിരല് കൊണ്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ഒരു സുഖം കിട്ടത്തില്ല ഇങ്ങനെ കഴിക്കുമ്പോൾ. ആൾക്കാർക്ക് അങ്ങനെ കഴിക്കുന്നല്ലോ. ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീണ്ടും ആദ്യമേ വന്ന സ്ഥലത്തോട്ട് എത്തിയായിരുന്നേ. അടുത്തത് എക്കോ എടുക്കാനാണ്. എക്കോ എന്തിനാണ് എടുക്കണമെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ 10 പറഞ്ഞു തന്നേനെ. ഇനി അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞില്ല അത് എന്തിനുള്ളതാണെന്നുള്ളത്. എനിക്ക് മെഡിക്കൽ ടേംസ് ഒന്നും അധികം അറിയത്തില്ല. ഞാൻ ഹോസ്പിറ്റലൊന്നും അധികം പോകാറില്ല. പെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ സഹിച്ച് കടിച്ച് പിടിച്ചിരിക്കും. എൻ്റെ മെയിൻ ഹോബിയാണ്. പെട്ടെന്നൊന്നും അസുഖത്തിനൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. മരിക്കാനാവണം, നിലവിളി സൗണ്ട് അതെന്നോ
എന്നാലേ ഞാൻ ഹോസ്പിറ്റലിൽ വരത്തുള്ളൂ. ഒട്ടും എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തള്ളി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ചോദിക്കും വിചാരിക്കുമല്ലോ ഇങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള ആളായിട്ട് എന്തിനാണ് കൊച്ചിയിൽ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാറില്ല. ഭയങ്കര പാടാണ്. എല്ലാവർക്കും കറങ്ങാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ഹോസ്പിറ്റൽ കാര്യത്തിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് കൊച്ചിയിലുള്ളത് കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വീട്ടിൽ തിരിച്ച് പോകുന്ന സമയത്ത് ഒരു സമാധാനത്തോടുകൂടി പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. കാരണം എൻ്റെ ഫുഡിങ്ങും എൻ്റെ റുട്ടീൻ, എൻ്റെ ഉറക്കമില്ലായ്മ, അങ്ങനെ രാത്രിയുള്ള പരവേശം കൂടെ ആയിട്ട് എനിക്ക് എന്തോ പന്തികേടുണ്ടെന്നുള്ളൊരു ഇത് മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. നമ്മൾ നോക്കാം. റിസൾട്ടൊക്കെ ഒരു 4 മണിയോട് കൂടി കിട്ടും. അന്നേരം അറിയാം എനിക്ക് എന്താ പ്രശ്നം. പക്ഷേ ഞാനാകെ ചമ്മി നാറിപ്പോയി. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചേ, ഡോക്ടറെ ഈ എക്കോ എന്തിനാണ് എടുക്കണേന്ന് വെച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞേ അത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ ഇല്ലാണ്ടായിപ്പോയി. ഒരു കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തീരെ നോളജ് ഇല്ല കേട്ടോ ഈ ഇടയായിട്ട്. എനിക്കറിയായിരുന്നു, പക്ഷെ മറന്നുപോയി. എനിക്ക് പെട്ടെന്ന് ഡോക്ടറിൻ്റെ മുഖത്തൊക്കെ ഇട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കുട്ടി. അയ്യോ എനിക്ക് വയ്യ. 148 നോർമൽ തന്നെയല്ലേ? നീ ബ്ലഡ് എടുക്കാൻ എൻ്റെ ബോഡിയിൽ ബ്ലഡ് ഉണ്ടോന്ന് തോന്നുന്നില്ല. 2 രാവിലെ 5 എടുത്തു. ഫുഡ് കഴിച്ചതിന് ശേഷമുള്ളതല്ലേ? സെയിം കൈ തന്നെ എടുക്കോ? മാറ്റിയെടുത്തോളൂ. ഇവിടെ കുത്തുണ്ടാവും. കുത്തി എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2 കുപ്പി ബ്ലഡ് ഞാൻ ഇനി ബോഡി കയറ്റണം. ആ സിറ്റുവേഷനിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. രാവിലെ വന്നിടം മുതൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും ഇതിപ്പം ശേഷമാണ്. പിന്നെ യൂറിനൊക്കെ ടെസ്റ്റ് തന്നായിരുന്നു, ഐ മീൻ ബോട്ടിൽ തന്നായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സാധനം മാത്രമാണ് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്തുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി എന്തൊക്കെയാണ് ടെസ്റ്റ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞത്. ഇതിനിടയ്ക്ക് ECG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ECG എനിക്ക് ഇഷ്ടമില്ലാത്ത 1-2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ ECG, എക്കോ എടുക്കുന്നത്, പിന്നെ ബ്രസ്റ്റിൻ്റെ സ്കാനിങ്. അതൊന്നും ഇഷ്ടമല്ല എനിക്ക്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചെടുത്താൽ കേട്ടോ, ഞാൻ പറയുന്നില്ല. എനിക്ക് ഇച്ചിരി പിന്നെ നാടകമൊക്കെ ഉണ്ടെന്നൊക്കെ. സമയം എത്രയാണെന്നറിയോ? 12:30 മണിയായി. 12:30 കഴിഞ്ഞു. ഇനി അടുത്ത ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. പോകാൻ പറ്റത്തില്ല, റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലെന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എൻ്റെ കാര്യത്തിൽ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ സൺ പ്രൊട്ടക്ട് ഇട്ടപ്പോൾ കൂടിപ്പോയി. രാവിലെ 7 മണിക്ക് ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കൂടുമ്പോഴാണ് സൺ പ്രൊട്ടക്ട് യൂസ് ചെയ്യേണ്ടത്. ഈവൻ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും. ഇച്ചിരി കൂടിപ്പോയി. ഞാൻ നോക്കിയല്ല എടുത്തത്, എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സൺ പ്രൊട്ടക്ട് ഇതാണ് കാണിച്ചത് കേട്ടോ. ഞാൻ എനിക്കെന്താ വയ്യ. ഈ ഒരു സൺ പ്രൊട്ടക്റ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 വർഷമാണ്. ഏതാണ്ട് 2-2.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാതെ വേറെ ഒന്നും ഞാൻ മുഖത്ത് ഉപയോഗിക്കാറില്ല. അപ്പോൾ സൺ പ്രൊട്ടക്റ്റ് നല്ലൊരു ക്രീം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. അത്യാവശ്യം നല്ല സാധനം. മേക്കപ്പ് ഒക്കെ ഇട്ടൊരു ഫീലൊക്കെ കിട്ടും. കുറച്ച് ഗ്ലോയിങ് ഒക്കെ ആയിരിക്കും ഫേസിന്. ടാനൊന്നും പെട്ടെന്ന് അടിക്കത്തില്ല. ഇട്ടാലടിക്കത്തില്ല, ഇട്ടില്ലെങ്കിൽ അടിക്കുവേ. കണ്ടോ, ഞാൻ ഫുള്ള് തേച്ച് മാച്ച് കളഞ്ഞപ്പോൾ എൻ്റെ മുഖം കാണാൻ ഇങ്ങനെയുണ്ട്. എൻ്റെ കൈ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതെന്നെ വല്ലാണ്ട് പരിഭ്രാന്തിയാക്കുന്നു. ആക്ച്വലി ഇതിനിടയ്ക്ക് 2-3 സംഭവങ്ങൾ കഴിഞ്ഞാൽ എന്തായിരുന്നു, TMT. എനിക്ക് എൻ്റെ അടപ്പിളകിയ ഒരു സാധനമുണ്ട്, TMT എന്ന് പറയുന്നത്. അത് എന്താ ട്രെഡ്മില്ലിൽ കൂടെ ഇങ്ങനെ ഓടുന്നൊരു സാധനമാണ്. ആദ്യമൊക്കെ നല്ല സുഖമായിരിക്കും, പയ്യെ നടന്നത്. പിന്നെ ഒരു ഓട്ടോ ഉണ്ട് എൻ്റെ പൊന്ന സാധനം, പറയാണ്ടിരിക്കാൻ വയ്യ. ഓസമൊക്കെ നിന്നു. അതിനുശേഷം വാക്സിനിയർ ഉണ്ടായിരുന്നു. ഈ ഒരു പാക്കേജിൽ വാക്സിനിയർ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അത് എൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ ഇരുന്ന് ചോദിച്ചു. അവസാനം അവരെന്നോട് പറഞ്ഞു ഒരു സൈക്കാട്രിസ്റ്റിനെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമാവുമെന്ന്. സത്യം.
എന്നോട് അങ്ങനെ പറഞ്ഞു, കുട്ടി ചെറുതായിട്ടൊന്ന് സൈക്കാട്രിസ്റ്റിനെ കണ്ടോട്ടോ. അപ്പം തന്നെ ഞാൻ നാളത്തേക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് സത്യമായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞില്ല, ഇത് ഉള്ളതായിട്ട് നടന്നതാണ്. കാരണം ഈ വ്ളോഗ് എന്തായാലും എൻ്റെ പാപ്സ്മിയർ എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് കാണുവാണെങ്കിൽ അവർ പറയുമല്ലോ, ഓക്കെ ഈ കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവരങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതിനുശേഷം ഞാൻ അവിടെ ഇവിടെ ഫുഡൊക്കെ ആയിരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ടെസ്റ്റ്. കണ്ടോ എനിക്ക് എവിടെയൊക്കെ തളർന്ന് തീർക്കും. ഒരു ടെസ്റ്റും കൂടെ ഉള്ളൂ. അതിനുശേഷം റിസൾട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവാം. ഫുഡ് എന്തെങ്കിലും എടുത്തെന്ന് പറയോ? ലഞ്ചും ബൊഫയാണോ? ഞാൻ അങ്ങനെ ചോറൊന്നും കഴിക്കാറില്ല, പക്ഷെ ഇവിടെ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസും ചോറും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഫ്രൈഡ് റൈസിനേക്കാൾ ഇഷ്ടം ചോറായതുകൊണ്ട് ഞാൻ പിന്നെ ചോറെടുത്തു. ഇത് മീൻ കറിയാ, ഇതുണ്ടോ മീനാ, ഏത് മീനാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് പരിപ്പ് കറി, പപ്പടം, തോരൻ, വേറൊന്നുമില്ലേ? പിന്നെ ഞാൻ ഒരു ഡെസേർട്ട് എടുത്തു. നമുക്ക് ചോറിന് ശേഷം കഴിക്കാൻ വേണ്ടി. ഇത് കണ്ടാൽ പറയും ഞാനിവിടെ ചികിത്സയ്ക്ക് വന്നതാണെന്ന്. ഈ കൂട്ടൻ്റെ കഴിക്കാൻ വന്നണക്കില്ലേ. ഞാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പായസം കണ്ടു ഗൈസ്. അതിൻ്റെ ഒപ്പം കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ആദ്യം എടുത്തായിരുന്നേ, പക്ഷെ എനിക്ക് മറന്നുപോയി. അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്തു. ഇത് കഴിച്ചിട്ട് ഞാൻ വരാവേ. അയ്യോ, എൻ്റെ പകുതി ജീവൻ പോയി. PFT എന്നൊരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ, പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ലങ്സിൻ്റെയൊക്കെ പിന്നെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഊതിച്ച് ഞാൻ ശ്വാസം മുട്ടി ചത്തേനെ. ഓൾറെഡി നമ്മൾ TMT ഉണ്ടല്ലോ, ട്രെഡ്മില്ലുള്ളൊരു സംഭവം, ആ സാധനത്തിൽ കയറിയിട്ട് ഞാൻ പകുതി ചത്തതായി. ഇപ്പം എനിക്ക് തല പൊട്ടാനായി. ഇത് ലാസ്റ്റത്തെ ആണേ. ഇതിങ്ങനെ ആദ്യം ഇപ്പം എന്നെ കൊണ്ട് വലിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഈ ടെസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പോലെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബ്രീത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തൊക്കെ പിടിച്ചിട്ട് കുറേ കാലങ്ങളായതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാത്തിനെയും റിസൾട്ട് കിട്ടുമ്പോൾ അറിയാം. അയ്യോ, ഞാൻ ഭയങ്കര എനിക്കുണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ട് അവരെടുത്ത് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത്രയൊക്കെ മതി തുറന്ന് നിർത്തിപ്പിച്ചതാ. അവരെന്നോട് പറഞ്ഞു എടുത്തൊന്നും ശരിയായിട്ടില്ല എന്ന്. പിന്നെ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടുക ചെയ്തത്. ഞാൻ എനിക്ക് തല ഇറങ്ങുന്നത്, തല വേദിക്കുന്നു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് ഇറങ്ങി ഓടി. എന്നെ ഇപ്പോഴും ആളും കാണത്തില്ല കേട്ടോ. 10,000 റുപ്യ കൊടുത്തു ടെസ്റ്റിന്. എന്നിട്ട് ടെസ്റ്റൊക്കെ ഇങ്ങനെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഓടുന്ന വേറെ ഒരാളുണ്ടാകത്തില്ല. പിന്നെ വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇങ്ങനെ ഓരോ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഇങ്ങനെ റിമൂവ് ആക്കലും ഇടലും ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ ഒരു ഇതായി തൂങ്ങിക്കിടക്കുന്ന സാധനം മിസ്സായി. 3 എണ്ണം ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം മിസ്സായി. ഞാൻ ഇവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ നോക്കാനൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാൽ ഈ ഒരു ചെറിയ കുണുക്ക് ഇവരെങ്ങനെയാണ് നോക്കി എടുത്തരാ എനിക്ക് അറിഞ്ഞുകൂടാ. അത് പോയി. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റാണ്, കുറേ കാലങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളത്. കാണുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നമ്മളിത് ഉടനെ തന്നെ മറ്റുന്നതായിരിക്കും. ഹോസ്പിറ്റൽ ഒരു ലോകം തന്നെ എന്തല്ലേ. ഞാൻ എൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഫി എടുത്ത് വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. രാവിലെ 7:30 മണിക്ക് വന്നതാ, 4:30 മണിയായി എല്ലാം കഴിയാൻ വേണ്ടിയിട്ട്. റിസൾട്ട് കിട്ടിയായിരുന്നു, ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട്, യൂറിനറി ഇൻഫെക്ഷനോ പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ വെള്ളം കൂടി തീരെയില്ല, ചുമ്മാ ഇങ്ങനെ കറക്കുമല്ലേ. വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. ഞാനുണ്ടല്ലോ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നൊന്നും അറിയാത്തൊരു മാനസികാവസ്ഥയിലാണ്. എപ്പോഴും ഇങ്ങനെ തന്നെയാ. വയറിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ഓടിച്ചെല്ലും, 1,500-2,500 റുപ്യ കൊടുത്തിട്ടൊക്കെ പോയി ടെസ്റ്റ് ചെയ്യും, സ്കാൻ ചെയ്യും. എന്നിട്ട് റിസൾട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇനി അഥവാ കുഴപ്പമുണ്ടോയെന്ന് പറഞ്ഞാലും സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഞാൻ ശരിക്കും റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് ഓരോന്ന് നോക്കിയിട്ട് ഇത് ഈ ടെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ ഇരിക്കുക. മെയിൻ സ്കാനിങ്ങിൻ്റെയും എക്സ്റേയുടെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്താവും ഏതാവും നോക്കിയിട്ട്. പക്ഷെ അതെല്ലാം നോക്കിയിട്ട് വേറെ ഒരു കുഴപ്പമില്ല. സന്തോഷമായിട്ടോ, അൽഹംദുലില്ലാ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എന്തൊന്നില്ലാത്ത അസ്വസ്ഥതകളാ. എനിക്ക് രാത്രി നോക്ക് ഒരു ക്ലാസിക് കാറ്. എനിക്ക് അവിടെ ഇവിടെയും കുത്തലും ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ബഗ്ഗി എന്നുള്ള സാധനമല്ലേ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞൊന്ന് ഏറെ കയറിയതാ. അതായത് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാ. ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ വലിയ ഹോസ്പിറ്റലാണ് ഈ രാജഗിരി ഹോസ്പിറ്റല്. വരും ഓക്കെ. അപ്പോൾ
ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ എന്ത് പറ്റി എന്നോട് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. അൽഹംദുലില്ലാഹ് ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ നല്ല ശീലങ്ങളും കാരണം എനിക്കൊന്നുമില്ല ഗൈസ്. നെക്സ്റ്റ് വ്ളോഗിൽ